കൂലി സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ വിക്രം ലിയോ സിനിമകളുടെ ട്രെയിലറിൻ്റെ അത്രയൊന്നും വന്നില്ലെന്നും അനിരുദ്ധിൻ്റെ മോശം BGM വർക്കാണ് ട്രെയിലറിലുള്ളതെന്നൊക്കെയാണ് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. വ്യക്തിപരമായിട്ട് എനിക്കും ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ലോകേഷിൻ്റെ മുൻപത്തെ സിനിമകളായ വിക്രമിൻ്റെയും ലിയോൻ്റെയും ട്രെയിലറൊക്കെ കാണുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഇപ്പോഴും കാണുമ്പോൾ തോന്നാറുണ്ട്. കൂലി സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം സിനിമയിലെ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ട്രെയിലറാണ് നമുക്കിവിടെ കാണുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയായിട്ട് പോലും വയലൻസ് ഉള്ള രംഗങ്ങളൊന്നും ഈ ഒരു ട്രെയിലറിൽ പോലും കാണുന്നില്ല. വയലൻസ് ഉള്ള രംഗങ്ങളെല്ലാം സിനിമയിലുണ്ട്. അതെല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലൊരു ട്രെയിലർ കട്ട് സിനിമയുടെ ടീം റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞതാണ്. കിടിലൻ ട്രാക്സ് ഒക്കെയാണ് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പടത്തിൽ വൻ ഇമ്പാക്റ്റ് ആയിരിക്കും തരാൻ പോകുന്നത്. അനിരുദ്ധിൻ്റെ BGM പോരാന്ന് പറയുന്ന ഒരു ഓഗസ്റ്റ് 14 സിനിമ കാണുമ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറും. ഈ ഒരു സിനിമയിൽ സത്യരാജ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പോലെയൊക്കെയാണ് തോന്നുന്നത്. കാരണം അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാം. സത്യരാജിൻ്റെ മകളായിട്ടാണ് ശ്രുതി ഹാസൻ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. നാഗാർജുനയുടെ പീക്ക് വില്ലനിസം തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു സിനിമയിൽ കാണാൻ പോകുന്നത്. പിന്നെ ഈ ഒരു സിനിമയിൽ അമീർ ഖാൻ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഈ ഒരു ട്രെയിലറിൽ അമീർ ഖാനെ കാണിക്കുന്നുണ്ട്. അമീർ ഖാൻ ക്യാമിയോ റോളാണ് ചെയ്യുന്നത്. റോളക്സ് പോലെ വളരെ ഇമ്പാക്റ്റുള്ള ഒരു ക്യാമിയോ റോൾ ആയിരിക്കാം ഇത്. സൗബിൻ ഷായറിനും കിടിലൻ റോൾ തന്നെയായിരിക്കാം ലോകേഷ് സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് ഉപേന്ദ്ര ഈ ഒരു സിനിമയിൽ രജനീകാന്തിൻ്റെ ഫ്രണ്ടായിട്ടായിരിക്കാം വരാൻ പോകുന്നത്. ഈ ഒരു സീക്വൻസിൽ ആ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ ഒരു ഫൈറ്റും ട്രെയിലറിൽ മിന്നി മറിഞ്ഞു പോകുന്നുണ്ട്. DAGിങ്ങിലൂടെ വിൻറ്റേജ് രജനീകാന്തിനെ ഈ ഒരു സീക്വൻസിൽ ലോകേഷ് ഇറക്കി വിടുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ രജനീകാന്തിനെ DAGിങ് ചെയ്ത ലുക്ക് ഇത്തരത്തിലായിരിക്കും. ഹൈപ്പ് ഒരു സിനിമയ്ക്ക് നല്ലത് തന്നെയാണ്, പക്ഷേ ഓവർ ഹൈപ്പാണ് പ്രശ്നം. കൂലി സിനിമയുടെ കേരള അഡ്വാൻസ് ബുക്കിംഗ് ഈ വരുന്ന 8-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് തുടങ്ങും. കേരളത്തിൽ ഓഗസ്റ്റ് 14 പുലർച്ചെ 6 മണിക്കാണ് സിനിമയുടെ FTFS സ്റ്റാർട്ട് ചെയ്യുന്നത്.